ഫ്രണ്ട്സ്, വെൽക്കം ടു ഷായ സൂപ്പർ ലാൻഡ്. ഷായ സൂപ്പർ ലാൻഡിന്റെ ഒരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്റ്റോറീസ് വിത്ത് ഷായുമായിട്ടാണ് വന്നത്. തെല്ലാനി രാമന്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഫസ്റ്റ് സ്റ്റോറി ഈസ് ദ കോസ്റ്റ് ഓഫ് ദ വെഡിങ്. ഒരു ദിവസം രാജാവ് വിചാരിച്ചു, എന്റെ രാജ്യം മൊത്തം ചുറ്റിക്കറങ്ങിട്ട് വരണം. തെല്ലാനി രാമനാണ് എപ്പോഴും രാജാവിന്റെ കൂടെ പോകുന്നത്. ഒരു ദിവസം ബിജാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പം ഒരു വലിയ കല്യാണം കണ്ടായിരുന്നു. വലിയ പണക്കാരന്റെ വീട്ടിലായിരുന്നു ആ കല്യാണം. രാജാവും തെല്ലാനി രാമന് കുറച്ചു നേരം അത് നോക്കിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പം രാജാവ് തെല്ലാനി രാമനോട് ചോദിച്ചു, രാമ, ഇയാൾ ഈ കല്യാണത്തിന് എത്ര രൂപ ചെലവായിരിക്കും നിങ്ങൾക്ക് അറിയാമോ? തെല്ലാനി രാമൻ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഈ കല്യാണത്തിന്റെ ചെലവ് 3 ചാക്ക് അരിയും 2 ചാക്ക് ഗോതമ്പും ആയിരിക്കും. ഇത് കേട്ട രാജാവിന് ഭയങ്കര അതിശയായി. തെല്ലാനി രാമൻ, നീ എന്താ തമാശ പറയുവാണോ? അങ്ങോട്ട് നോക്ക്, എന്തൊക്കെ അറേഞ്ച്മെന്റ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. എത്ര അതിഥികളാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും കുറെ പൈസ ചെലവാക്കി കാണും. തെല്ലാനി രാമന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് പോയി. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തെല്ലാനി രാമന് രാജാവ് ഒരു വേറെ യാത്ര പോയി. ആ യാത്രയിൽ ഒരു ശവസംസ്കാര യാത്ര റോഡിൽ കൂടി പോകുന്നത് കണ്ടു. രാജാവിന് ആരാണ് മരിച്ചതെന്ന് അറിയാനുണ്ടായിരുന്നു. പക്ഷെ തെല്ലാനി രാമൻ എന്താ ചോദിച്ചെന്ന് അറിയോ? ഒരാളാണോ മരിച്ചത്, അത് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇത് കേട്ടിട്ട് രാജാവ് നെട്ടിപ്പോയി. ഈ രാമൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? തെല്ലാനി രാമന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് പോയി. കുറച്ചു ദൂരെ പോയപ്പോ കുറെ ആൾക്കാര് പാടത്തില് പണിയെടുക്കുന്നത് കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പാടത്തില് നല്ല വിളവെടുപ്പാണ്. തെല്ലാനി രാമൻ എന്താ പറഞ്ഞതെന്ന് അറിയുമോ? ഈ വർഷത്തെ വിളവെടുപ്പാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ? ഇത് കേട്ടിട്ട് രാജാവ് നിർത്തി. ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ രാജാവ് വിചാരിച്ചു, തെല്ലാനി രാമയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. അയാള് ബുദ്ധിമാനുമാണ്, നല്ല മിടുക്കനുമാണ്. പക്ഷേ ഇപ്പൊ സംസാരിച്ചത് നല്ല സ്ത്രീയായിട്ടാണ്. ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കണം, എന്താണ് തെല്ലാനി രാമൻ ഉദ്ദേശിച്ചത്. രാജാവ് എല്ലാരോടും ചോദിച്ചു, പക്ഷെ ആർക്കും കറക്റ്റ് ഉത്തരം പറയാൻ പറ്റിയില്ല. അവസാനം രാജാവ് തെല്ലാനി രാമന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനു ശവം കൊണ്ടുപോകുന്ന ആൾക്കാരോട് ചോദിച്ച് ഒരാളാണോ മരിച്ചത്, അല്ലെങ്കിൽ ഒന്നിന്റെ കൂടുതലാണോ മരിച്ചതെന്ന് ചോദിച്ചത്. രാജാവെ, കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ അത് മൊത്തം കുടുംബത്തില് ബാധിക്കും. മരണം ആർക്കും ബാധിക്കാറില്ല. ഞാൻ ചോദിച്ചത് മരണം എത്ര പേരെ ബാധിച്ചു എന്നാണ്. തെല്ലാനി രാമൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ പാടത്തിലുള്ള ആൾക്കാരോടൊക്കെ എന്താണ് ചോദിച്ചത്?
രാജാവ് ഇങ്ങനെ ചോദിച്ചു. രാജാവേ, ആ പണിക്കാരൻ നല്ല കടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പണിക്കാരനോട് ചോദിച്ചത്, ഈ വർഷത്തെ ആയിരുന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പാണോ? ഓ, അതൊക്കെ ശരി. പക്ഷെ നിങ്ങൾ ആ കല്യാണത്തിൽ എന്താ അതിന്റെ വിലയൊക്കെ കുറവായിരിക്കും എന്ന് പറഞ്ഞ? രാജാവേ, കല്യാണത്തിന്റെ ചെലവൊക്കെ വളരെ കുറവായിരുന്നു. ആ പണക്കാരവിടെ ഒരു ഷോ ഓഫ് ആയിരുന്നു കാണിച്ചത്, സ്വത്തും സ്റ്റാറ്റസും കാണിക്കാൻ വേണ്ടി. ഉത്തരങ്ങളെല്ലാം കേട്ട രാജാവ് വളരെ ഇംപ്രസ്ഡായി. ഇവിടെ അവസാനിക്കുവാണ് സ്റ്റോറി 1. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് സ്റ്റോറിയിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റോറി ഈസ് ദ ലോസ്റ്റ് മണി. നഷ്ടപ്പെട്ട പണം. ധനാനരാമന്റെ രാജ്യത്തിൽ ഒരു മാർക്കറ്റിൽ ഒരാൾ വളരെ കരുവായിരുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത്, അയ്യോ, എന്റെ ബാഗൊക്കെ നഷ്ടപ്പെട്ട് എന്റെ സ്വർണം കാണുന്നില്ല, ആരെങ്കിലും രക്ഷിക്കണേ. പിച്ചക്കാരൻ റോഡ് സൈഡില് അവരുടെ ബാഗ് കണ്ടു. അയാളെ ബാഗ് തുറന്നു നോക്കിയപ്പോ 100 രൂപയാണ് കണ്ടത്. അയാള് വളരെ സത്യസന്ധ ആളായിരുന്നു. അയാൾ ആ ബാഗ് എടുത്തിട്ട് ആ വ്യാപാരിനോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ ബാഗാണോ? അയാളെ ബാഗ് കണ്ടപ്പോഴേ ആ ബാഗ് പിടിച്ചു വാങ്ങിയിട്ട്, ആ, ഇത് എന്റേതാണ്. പിച്ചക്കാരൻ പറഞ്ഞു, അങ്ങനെയാണോ സാർ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും റിവാർഡ് തരാമോ? റിവാർഡോ? ഞാൻ എന്ത് റിവാർഡെന്ന് തരണ്ടേ? എന്റെ പൗച്ചിൽ 200 രൂപ ഉണ്ടായിരുന്നു. 100 രൂപ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളല്ലേ അതെടുത്തത്? വ്യാപാരി ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട പിച്ചക്കാരന് വളരെ വേദന തോന്നി. അയാൾ ആ പൈസ എടുത്തിട്ടില്ല എന്ന് തർക്കിക്കാൻ തുടങ്ങി. ആളം കേട്ട ആൾക്കാരെല്ലാം കൂടെ കൂടി. അപ്പൊ ആ പിച്ചക്കാരൻ പറഞ്ഞു, രാജാവിന്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാം. അങ്ങനെ രണ്ടാളും രാജകൊട്ടാരത്തിലെത്തി. രാജാവ് അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടു. എന്നിട്ട് രാജാവ് പറഞ്ഞു, തെനാലിരാമൻ ഈ പ്രശ്നം പരിഹരിക്കട്ടെ. തെനാലിരാമൻ അത് കണ്ടിട്ട് എന്താ പറഞ്ഞേന്നറിയോ? രണ്ടുപേരും പറഞ്ഞത് സത്യമായ കാര്യമാണ്. ഈ വ്യാപാരിക്ക് നഷ്ടപ്പെട്ടത് 200 രൂപയാണ്. ഈ പിച്ചക്കാരന് കിട്ടിയത് 100 രൂപയുടെ പേഴ്സാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ല? തെനാലിരാമൻ അവരോട് ചോദിച്ചു. ശരിയാണ് സാർ, രണ്ടുപേരും പറഞ്ഞു. രണ്ടുപേരും ശരിയായി പറഞ്ഞതായോണ്ട് ഈ പൗച്ച് വ്യാപാരിന്റെ അല്ല. അയാളുടെ പൗച്ചിൽ 200 രൂപയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ പേഴ്സിൽ ഓണറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പേഴ്സ് നിങ്ങൾ എടുത്തോളൂ. തെനാലിരാമൻ ഇങ്ങനെ പിച്ചക്കാരനോട് പറഞ്ഞു. ശേഷം ആ ബാഗ് എടുത്ത് പിച്ചക്കാരന് കൊടുത്തു. ഇത് കണ്ട് അത്താകരിയായ വ്യാപാരി ഞെട്ടിപ്പോയി. കാരണം അയാളുടെ പൈസ അയാൾക്ക് നഷ്ടപ്പെട്ടു. ഇത് കണ്ട് രാജാവിന് വളരെ ചിരി വന്നു. ഇത് കണ്ട് എന്താ മനസ്സിലാവുക? അത്തരം ആപത്ത്. നിങ്ങൾക്ക് ഈ കഥകളിൽ ഏത് കഥയാണ് ഇഷ്ടപ്പെട്ടത്? പ്ലീസ് കമന്റ് down. Hope you like this video. Thanks for watching Shy Superland. If you like the content, please like, share, comment, subscribe to Shy Superland. Bye. Keep supporting Shy Superland.